നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീത ഹൃദയത്തിലേക്ക് സ്വാഗതം. നഗുരോരധികം തത്വം നഗുരോരധികം തവ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ സാഖ്യയോഗത്തിൻ്റെ അധ്യായം 2 സാഖ്യയോഗത്തിൻ്റെ 39 ശ്ലോകം വരെയാണ് ശ്രദ്ധിച്ചത്. 39-ാം ശ്ലോകത്തിൽ നാം ശ്രദ്ധിച്ചത് ഭഗവാൻ ക്ഷത്രധർമ്മങ്ങളൊക്കെ കുറിച്ചൊക്കെ അർജുനോട് പറഞ്ഞ് യുദ്ധത്തിന് പ്രാപ്തനാക്കാൻ ശ്രമിച്ചതിന് ശേഷം കർമ്മയോഗത്തെപ്പറ്റി, കർമ്മബന്ധനങ്ങളെപ്പറ്റി അർജുനോട് പറയുന്ന ഭാഗമാണ് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം ഭഗവാൻ പറഞ്ഞത്, യോഗദർശന അനുസരണമുള്ള വിചാരങ്ങൾ നീ കേട്ടാലും അർജുന, ഇതറിഞ്ഞാൽ കർമ്മബന്ധനങ്ങളിൽ നിനക്ക് മോചിതനാകാൻ കഴിയും എന്ന് പറഞ്ഞു. ഇവിടെ യോഗ ബുദ്ധിയെ, കർമ്മയോഗത്തിനെ കുറിച്ച് ഭഗവാൻ പറയാനൊരുങ്ങുകയാണ്. തുടർന്ന് കർമ്മബന്ധനം ഇതിലൂടെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞു ഭഗവാൻ. എന്നാൽ കർമ്മത്തെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇതിലില്ലെന്ന് മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഗുരുവിൻ്റെ അടുത്ത് 2 ശിഷ്യന്മാർ പഠിക്കുന്നു എന്ന് കരുതുക. അതിലൊരാളോട് ഗുരുവിന് അധികം പ്രിയമുണ്ട്. ഈ പ്രിയം കാരണം 1 മണിക്കൂർ അധികം അവനെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ആസക്തി കാരണം അധ്യാപന കർമ്മത്തിൽ ബന്ധനം വന്നുവിട്ടിരിക്കുന്നു. എന്നാൽ ഈ ആസക്തി ഇല്ലെങ്കിൽ എത്ര സമയമാണോ നൽകേണ്ടത് അത്ര സമയമേ പഠനത്തിനായി നൽകേണ്ടതുള്ളൂ. ഇതാണ് കർമ്മയോഗം. ആദ്യത്തേത് കർമ്മബന്ധനമാണ്. ഇതാണ് കർമ്മയോഗവും കർമ്മബന്ധനവും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയുള്ള ബന്ധനങ്ങളിൽ നിനക്ക് മോചിതനാകാൻ കഴിയും അർജുന എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അർജുനൻ ന്യായം നിലനിർത്താൻ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്തവരോടും ചൂതുകളിക്കാരോടും യുദ്ധം ചെയ്യാനാണ് രണഭൂമിയിലെത്തിയത്. എന്നാൽ സ്വജനങ്ങളോടുള്ള ആസക്തി മൂലം ഈ ഉദ്യമത്തിന് തടസ്സം വരുന്നു. ഇങ്ങനെയുള്ള അർജുനനെ കർമ്മയോഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രീകൃഷ്ണൻ ശ്രമിക്കുന്നത്. ആ അവസ്ഥ യോഗത്തിൽ പറഞ്ഞ ഈശ്വര പ്രണിധാനം അഥവാ ഈശ്വര ഭക്തിയില്ലാതെ നടക്കില്ല. എന്നാൽ ഇതിനൊരു വലിയ തടസ്സമുണ്ട്. അതിനെ ഖണ്ഡിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേദങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇവിടെ വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം ഗീതയിൽ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വേദങ്ങൾ മനുഷ്യർക്ക് പരമാത്മാവിൽ സ്വയം സമർപ്പിച്ച് നിഷ്കാമ കർമ്മം അനുഷ്ഠിക്കുന്നതിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നവയാണ്. ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി വലിയ വലിയ ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഉപദേശമാണ് വേദങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഈ ത്യാഗത്തിൻ്റെ മുദ്ര വീടുകൾ തോറും കാണേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. സന്ധ്യാനാമം ജപിക്കാൻ പോലും സമയം കിട്ടാത്ത സമൂഹമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇതിനായിട്ടാണ് നാം പ്രയത്നിക്കേണ്ടത്. കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്ക് നാമസങ്കീർത്തനം ആണ് വേണ്ടത്. ഞാനിതിപ്പോൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ കാര്യം വന്നപ്പോൾ വേദങ്ങളുടെ പ്രസക്തി, ആത്മീയതയുടെ പ്രസക്തിയെല്ലാം വളരെ വലുതാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നന്നാകുന്നതിനും ഇപ്പോൾ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത് പോലെ നമുക്ക് കിട്ടുന്ന ഉപദേശമാണത്. ഗീത ശ്രവിക്കുമ്പോൾ, ഗീത വായിക്കുമ്പോൾ, ഗീത പഠിക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്ന ഉപദേശമാണ് ഭഗവാൻ അർജുനന് നൽകുന്നത്. ഇന്ന് കാലാന്തരത്തിൽ അലസത മൂലം തെറ്റിനെ പിന്തുടരുന്നവരും ലോഭികളുമായവർ കാമത്താൽ പ്രലോഭിതരായി യജ്ഞവിദ്യയെ മന്ത്രവാദപരവും ദുർമന്ത്രവാദപരവും ഹീനവുമാക്കി തീർത്തു. വൈദികരാകട്ടെ പ്രാചീന കാലത്ത് വീടുവിടാന്തരം ത്യാഗത്തിൻ്റെ സന്ദേശമെന്ന നിലയിൽ ഇതെൻ്റേതല്ല എന്നർത്ഥം വരുന്ന ഇതം ന മമ എന്ന വാക്ക് നിരവധി തവണ ഉദ്ധരിച്ചുകൊണ്ട്
പ്രതിദിനം അഗ്നിഹോത്രം തുടങ്ങിയ യജ്ഞാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് കുറേ ആൾക്കാരെങ്കിലും നമ്മുടെ വേദവഴിയിൽ ആത്മീയ വഴിയിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളാണ്, മനസ്സിലേക്ക് കാണും എന്ന് കരുതുന്നു. തുടർന്ന് ഇതിൻ്റെ തുടർച്ച തന്നെ നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. ശ്രദ്ധിക്കാം. എൻ്റെ പരിമിതമായ അറിവിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. വളരെ മനോഹരമായി ഇതൊക്കെ പറയുന്ന ഗുരുനാഥന്മാർ അനവധിയുണ്ട്. ഞാൻ പഠിക്കുന്നു. പഠിക്കുന്നതിൻ്റെ ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഈ ഇടയവൻ്റെ നമസ്കാരം ഗുരുപാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. നമഃശിവായ. നമസ്കാരം. ശുഭസുദിനം.